ഏട്ടൻ എന്നെയും കുട്ടികളെയൊക്കെ നന്നായി നോക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്റെ മേലത്ത് എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ വസുന്ധര? ആ വിശ്വാസം തന്നത് തന്നെ ഏട്ടനാ. ഏട്ടനെ വിശ്വസിക്കാതെ ഞാൻ എങ്ങനെയാ ജീവിക്കുക? ഇതുവരെ നമ്മുടെ സിറ്റുവേഷൻ വേറെ ആയിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ മാറിയാലും അതൊന്നും ഏട്ടന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. താങ്ക് യു വസുന്ധര. ക്യാഷ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കാ പോയത്. അവര് പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടപ്പോ എനിക്ക് എന്നോട് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നിപ്പോയി. തനിക്കും കുട്ടികൾക്കായി ഒന്നും കരുതാതെ നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നോർത്ത് എന്റെ ഉള്ളിൽ ഐ ഫീൽ വെരി ബാഡ്. ഞാൻ വലിയ തെറ്റാ ചെയ്തതെന്ന് എന്റെ ഉള്ളിൽ എനിക്കിപ്പോ തോന്നുന്നു. ഏട്ടാ, ഏട്ടൻ ചെയ്തതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഏട്ടനെ തെറ്റായി കാണുന്നവരുടെ ഭാഗത്താണ് തെറ്റുള്ളത്. ബുദ്ധിമുട്ട് വരുമ്പോഴല്ലേ നമ്മൾ ആരാണെന്നും നമുക്ക് ചുറ്റുമുള്ളവർ എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. ഞാൻ ഫൈറ്റ് ചെയ്യും വസുന്ധര. തന്റെ വിശ്വാസം ഞാൻ ഉറപ്പായി സംരക്ഷിക്കും. അനുവിനൊന്നും സംഭവിക്കില്ല. കുറച്ചു കഴിയുമ്പോൾ നിന്റെ അമ്മ വരും. അവര് കാശും ചോദിക്കും. കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം, MLA സാറിന് നിങ്ങളുടെ ഷെയർ കൊടുക്കാനുള്ളത് നിങ്ങൾ അറേഞ്ച് ചെയ്യണമെന്നുള്ള കാര്യം മറക്കരുത്. പണം കൊടുക്കാൻ കഴിയില്ലെന്ന് ഇപ്പൊ ഫോണിൽ കൂടെ പറഞ്ഞല്ലേ ഉള്ളൂ ആന്റി. അത് ഭാവനേട്ടത്തിയോടല്ലേ പറഞ്ഞത്. അമ്മ വന്ന് ചോദിച്ചാ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അമ്മയോടും അതേ ആൻസറേ പറയാനുള്ളൂ. നിന്റെ ആൻസർ എന്താ അഖിൽ? ഏട്ടന്റെ വാക്ക് തന്നെയാ എന്റെയും വാക്ക്. നിങ്ങൾ പണം കൊടുത്തില്ലെങ്കിൽ അമ്മ അമ്മയുടെ ആഭരണങ്ങൾ വിട്ടു കൊടുക്കുമെന്നാ പറയുന്നേ. അതെങ്ങനെ കൊടുക്കാൻ പറ്റും? അമ്മയുടെ സ്വത്ത് പെൺമക്കളുണ്ടെങ്കിൽ അവർക്ക് പോയി ചേരും. പെൺമക്കൾ ഇല്ലാത്ത സ്ഥിതിക്ക് മക്കൾക്കും മരുമക്കൾക്കും ഉള്ളതല്ലേ അത്. കറക്റ്റ് ഏട്ടാ, സൂപ്പർ ലോജിക്. 1 രൂപ നാണയം പോലും, എന്തിനാ 1 ഗ്രാം സ്വർണം പോലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ നമ്മൾ സമ്മതിക്കരുത്. ഇനി നമ്മൾ ഇവർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവര് നല്ല സിംഗിളായിപ്പോ. യെസ് മോം, നമ്മുടെ വഴിക്ക് വന്നിട്ടുണ്ട്. ഏട്ടൻ എന്താ ഈ ചെയ്തത്? പണം ചോദിച്ചപ്പോ മരത്തിലാണോ കായ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തല്ലേ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? നമ്മുടെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമൊന്നുമില്ലെന്ന്. പിന്നെ നീ എന്തിനാ എങ്ങനെ വിഷമിക്കുന്നേ? കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടാവണം ഏട്ടാ. അഭി നിങ്ങൾക്ക് കോടിക്കണക്കിന് സ്വത്തുക്കളാ എഴുതി തന്നത്. അഭിക്ക് വേണ്ടി ഒരു 20 ലക്ഷം കൊടുക്കാൻ പറ്റില്ലേ? അവനെന്താ വെറുതെയാണ് തന്നേ? അവൻ എന്റെ അമ്മയും അച്ഛനും ചെറിയ പ്രായം തൊട്ട് വളർത്തി വലുതാക്കിയതുകൊണ്ടാ. അപ്പൊ അവൻ സ്വത്തെല്ലാം ഞങ്ങൾക്കല്ലേ തരേണ്ടത്? നിങ്ങൾക്ക് എന്തിനാ തന്നത്? ഞങ്ങൾ നിങ്ങളുടെ മക്കളായതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാം, എനിക്ക് 20 ലക്ഷം വേണം. ഇപ്പൊ ഈ വീട്ടിൽ കാശൊന്നുമില്ല. എല്ലാം ഫാക്ടറിയിലേക്ക് ചെലവായിരിക്കുക. ബാക്കിയുള്ളതാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ വിടണം. ബന്ധങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് മണ്ണ് വാങ്ങിക്കാൻ പോവുകയാണോ? നിങ്ങൾക്കൊരു മനുഷ്യനാണോ? എന്തിനാടാ ഇപ്പൊ ഭാവനെ അടിച്ചത്? ഇവളിപ്പോ പറഞ്ഞ വാക്കിനാ അവക്ക് കിട്ടിയത്. അതേടാ, നീ ശരിക്കും മനുഷ്യനല്ല, മൃഗമാ. ഒരുപാട് സംസാരിച്ചാണല്ലോ ഇളയമേന്ന് പോലും ഞാൻ നോക്കില്ല. നീ എന്ത് ചെയ്യോടാ? അമ്മേ, അമ്മ ആദ്യം അകലിനോട് സോറി പറയേ. എന്തിന്? അവന്റെ അമ്മായിയുടെയും ഭാര്യയുടെയും മുമ്പിൽ വെച്ച് അവൻ അടിച്ച് അപമാനിച്ചതിന്. പ്രസവിച്ച അമ്മയോട് സോറി ചോദിച്ചു വാങ്ങുന്ന ഉയർന്ന മകനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. നിന്നെ പോലെ ഒരുത്തനെ പ്രസവിച്ചതിന് ഭാഗ്യം ചെയ്യണോടാ.
കുഞ്ഞുങ്ങൾക്കൊരു മുറിവേറ്റാൽ അമ്മയെ എന്ന് വിളിക്കും. നിങ്ങൾക്ക് ബുദ്ധി വരാനായിട്ട് ഞാൻ തല്ലിയപ്പോ സ്വന്തം അമ്മയ്ക്ക് നിങ്ങൾ ബുദ്ധി ഉപദേശിക്കാൻ വരികയാണോ? സോറി പറയുന്നതിന് എനിക്ക് യാതൊരു വിഷമവും ഇല്ല. ഞാൻ പ്രായത്തിൽ മുതിർന്നവളാ. ഞാൻ ക്ഷമ ചോദിച്ചാൽ നിങ്ങളുടെ ആയുസ് കുറഞ്ഞു പോകും. അതുകൊണ്ടാ ചോദിക്കാൻ മടിക്കുന്നേ. കോടിക്കണക്കിന് ദാനം തന്നവന് 20 ലക്ഷം പോലും കൊടുക്കാൻ മനസ്സ് വരുന്നില്ല അല്ലേ? ഞാൻ കൊടുക്കാവടാ. എന്റെ ആഭരണങ്ങൾ വിറ്റിട്ട് കൊടുക്കാം. എന്റെ പേരക്കുട്ടിയെ ഞാൻ രക്ഷിക്കൂടാ. അഖിൽ, അഖിൽ, ഏ അഖിൽ, വാതിൽ തുറക്ക്. സോറി അമ്മേ, അമ്മ ഈ വീട് വിട്ട് പുറത്തു പോവാൻ അനുവദിക്കില്ല. അതുകൊണ്ടാ ഞാനിപ്പോ റൂം ലോക്ക് ചെയ്തത്. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? പാവം ഒരു ചെറിയ കുട്ടിയാ. എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അവളുടെ ജീവന് തന്നെ ആപത്താ. തുറക്ക്. ഞാൻ പറയുന്നത് കേട്ടിട്ട് വാതിൽ തുറക്ക്. എനിക്ക് അവിടെ പോയേ പറ്റൂ. പറ്റില്ല. അവന്റെ ബുദ്ധിമുട്ടൊക്കെ അവൻ തന്നെ അനുഭവിച്ചോളും. അഖിൽ, നീ ഈ ചെയ്യുന്നത് വലിയ പാപമാ, അന്യായമാ. ദൈവം പോലും നിന്നോട് ക്ഷമിക്കില്ല. നീ കാശ് തരണ്ട. എന്റെ ആഭരണങ്ങൾ ഞാൻ കൊടുത്തോളാം. എന്നെ ഒന്ന് പോകാൻ അനുവദിക്ക്. ഞാൻ നിന്നോട് കെഞ്ചി ചോദിക്കുക. ഇപ്പോഴല്ലേ ആയുസ് കുറയും അതും ഇതെന്നൊക്കെ അമ്മ പറഞ്ഞത്. അമ്മ കെഞ്ചി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സമാധാനമായിട്ട് ഇരിക്കെ. എടാ, ഇതൊക്കെ ദ്രോഹാടാ, മഹാപാപം. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ അമ്മയെ തുറന്നു വിടടാ. ഈ സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇനി ഒരു വാക്ക് നിങ്ങൾ മിണ്ടിയാലുണ്ടല്ലോ കൊന്നു കളയും ഞാൻ. പാരട്ട കിളവി. പോകത്ത്. വാഴലേമേ, ഈ മൃഗങ്ങള് നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല. വാഴലേമേ, ഡാഗിലെ, നമ്മളീ ചെയ്യുന്ന തെറ്റാണോടാ? നമ്മളെ പണമൊന്നും എടുക്കുന്നില്ലല്ലോ. അമ്മയുടെ കാശല്ലേ. അമ്മയെ തുറന്നു വിട്ടേക്ക്. അമ്മയുടെ ആഭരണങ്ങൾ പോലും നമ്മുടേതായ ഏട്ടാ. അനുവിന് എന്തെങ്കിലും സംഭവിച്ചാലോ? ആ പേടിയുണ്ടെങ്കിൽ അവൻ തന്നെ വന്ന് ചോദിക്കട്ടെ. അമ്മയോട് ഏടത്തിയോട് പറഞ്ഞേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ വെറും ഡ്രാമയേട്ടാ. അവനായിട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ഭിക്ഷ കൊടുത്തേക്കാം. ഉണ്ണി, കീർത്തി, നിങ്ങൾക്ക് ഈ ഭക്ഷണം നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒന്ന് കഴിച്ചു നോക്ക്. വേണ്ട ആന്റി, എന്റെ അനിയത്തിക്ക് എന്ത് പറ്റിയോ എന്തോ. അനുവിനെ കാണണം.
അനുവിന് എങ്ങനെയുണ്ട് ഏട്ടാ? പറയ അങ്കിൾ, എന്റെ അനിയത്തിക്ക് എങ്ങനെയുണ്ട്? അവള് കണ്ണു തുറന്ന് നോക്കിയോ? സംസാരിക്കുന്നുണ്ടോ? അമ്മയും അച്ഛനും അനുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ അങ്കിൾ? ഇല്ല മോളെ, അനു സുഖമായിട്ടിരിക്കുന്നു. വൈകുന്നേരം വീട്ടിലേക്ക് വരും കേട്ടോ. നിങ്ങളിതുവരെ കഴിച്ചില്ലേ? ആ, ഇങ്ങോട്ട് വന്നേ, വാ ഇരിക്ക. വിശന്നിരുന്നാൽ പറ്റില്ലല്ലോ. ഇരിക്കും മോളെ. അതിങ്ങത്താ, ഇതാ, രണ്ടുപേരും കഴിക്കണം കേട്ടല്ലോ. പെട്ടെന്ന് കഴിക്കണം. ഞാനിപ്പോ വരാം കേട്ടോ. പത്മേ, വന്നേ. എന്തു പറ്റി ഏട്ടാ? അനുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുട്ടികളാണെങ്കിൽ ആഹാരം കഴിക്കുന്നില്ല. അനുവിന് ഓപ്പറേഷൻ വേണമെന്ന്. അതിന് 20 ലക്ഷം ആവശ്യമുണ്ട്. 20 ലക്ഷം? ചേട്ടൻ അത്രയും പൈസ അന്വേഷിച്ച് നടക്കുക. നിന്റെ സ്വർണവും വീട്ടിൽ പണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് വാ. എല്ലാം കൂടി ചേർത്താലും നമ്മുടെ കയ്യില് 1-2 ലക്ഷം രൂപയല്ലേ ഉണ്ടാവൂ ഏട്ടാ? ഉള്ളത് കൊണ്ടുവാ. ചേട്ടനെ ഈ സമയത്താണ് നമ്മൾ സഹായിക്കേണ്ടത്. കഷ്ടകാലത്ത് നമ്മളല്ലാതെ ആരാ അവർക്കുള്ളതാ? നീ വേഗം പോയി എടുത്തിട്ട് വാ. ആ. എന്താ മോളെ കീർത്തി, നിങ്ങളിതുവരെ കഴിച്ചില്ലേ? ഞങ്ങക്ക് വിശക്കുന്നില്ല അങ്കിൾ. ഞങ്ങൾക്ക് അനുവിനെ കാണാൻ തോന്നുന്നു അങ്കിൾ. അനു അവിടെ ആഹാരം കഴിച്ചിട്ടിരിക്കുക. നിങ്ങൾ കഴിച്ചൊന്നും ചോദിച്ചു. നിങ്ങൾ കഴിക്കും മക്കളെ. സത്യാണോ അങ്കിൾ? അനു സുഖമായിട്ടിരിക്കുന്നോ? അനുവിനൊരു കുഴപ്പമില്ല മക്കളെ, അവള് സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ കഴിക്കും മക്കളെ. അനു വന്ന ശേഷം ഒരുമിച്ച് കഴിക്കാം അങ്കിൾ. പത്മ, ഇവരെങ്ങനെങ്കിലും ആഹാരം കഴിപ്പിക്കാൻ നോക്കാം. ആ ഏട്ടാ, ഏട്ടനും കൂടെ കഴിച്ചിട്ട് പോവും. സമയമില്ല പത്മ. ഉണ്ണി, കഴിക്കും മോനെ. ഇങ്ങനെ വിശന്നിരിക്കാൻ പാടില്ല. മിസ്റ്റർ അഭിരാം. ഡോക്ടർ, കാശ് അറേഞ്ച് ചെയ്തായിരുന്നോ? അത് ഇതുവരെ റെഡിയായിട്ടില്ല. ഇനി എത്ര ടൈം എടുക്കും? ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ സർജറി സ്റ്റാർട്ട് ചെയ്തോളൂ. സർജറി കഴിഞ്ഞ ശേഷം കാശ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കൈമലർത്തിയാൽ? ഞങ്ങൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല ഡോക്ടർ. നോക്ക്, ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലല്ല, കോർപ്പറേറ്റ് ഹോസ്പിറ്റലാ. നിങ്ങളുടെ മകൾക്ക് ചെയ്യേണ്ടത് കോസ്റ്റ്ലി സർജറിയാണ്. ബില്ലടച്ചാലേ സർജറി ചെയ്യാൻ കഴിയുള്ളൂ. കാശില്ലെങ്കിൽ പറയാ, ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം. നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്തോളൂ. കയ്യിൽ കാശില്ലാത്തവര് ഇതുപോലുള്ള ഹോസ്പിറ്റലിൽ വരുന്നത് എന്തിനാ? എന്താ മിസ്റ്റർ, അടിക്കണോ? ഇദ്ദേഹം ആരാണെന്നറിയാൻ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കില്ല. രവി, അങ്ങനെ ഒരാളിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഹലോ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. മുഴുവൻ കാശും അടച്ചാൽ സർജറി തുടങ്ങാം. ഇല്ലെങ്കിൽ ഇതുവരെ പേഷ്യന്റിനെ ഐസിയുയിൽ കിടത്തിനുള്ള ബില്ലെങ്കിലും അടച്ചിട്ട് വേഗം പോകാൻ നോക്ക്. ഡിസ്ചാർജ് ചെയ്തേക്കാം. പിടിക്കേ. എത്രയാ? 1.5 ലക്ഷം. കൊള്ളാലോ. ICU ബില്ലെങ്കിലും നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പണം തരുന്നുണ്ടല്ലോ, ഇനി കൂടുതൽ സംസാരിക്കണ്ട. ചെന്ന് ബിൽ കൗണ്ടറിൽ അടയ്ക്ക. എന്താ രവി ഇതൊക്കെ? സോറി ഏട്ടാ, ആ ഡോക്ടർ ചേട്ടനെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞപ്പോൾ കേട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. അതിനെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ഈ കാശ് എവിടുന്നാ? ഞാൻ വീട്ടിൽ പോയി എടുത്തിട്ട് വന്ന ചേട്ടാ. രവി, സത്യം പറയും. ചേട്ടാ, അത് വീട്ടിലധികം ക്യാഷ് ഉണ്ടായിരുന്നില്ല. പത്മയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടുണ്ടെന്നാ. എല്ലാം കൂടി ആകെ 1.5 ലക്ഷമാണ് കിട്ടിയത്.
ചെയ്തത്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങള് ഇതൊന്നും അത്രയ്ക്ക് വലിയ കാര്യമല്ല ചേച്ചി. പണം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ അതൊക്കെ തിരിച്ചെടുത്തോളാം ചേച്ചി. ഇതുപോലുള്ള സമയത്തല്ലാതെ പിന്നെ എപ്പോഴാണ് ഞാൻ സഹായിക്കുക? എനിക്ക് ഇത്രേ അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുമാത്രമാ ഇപ്പം എൻ്റെ ഉള്ള വിഷമം ചേട്ടാ. സോറി ചേട്ടാ, ഇതിൽ കൂടുതലായി വേറെ ഒന്നുമില്ല ചേട്ടാ. ആലോചിച്ച് നിൽക്കാതെ വാങ്ങിക്കേട്ടാ. വേണ്ടെന്ന് മാത്രം പറയരുത്. ഞങ്ങൾക്ക് വേറെ ബന്ധുക്കാരും സ്വന്തക്കാരും ആരുമില്ല. ആരോട് പോയി ചോദിക്കണം എന്ന് പോലും അറിയില്ല. ഇത് വാങ്ങി ചേട്ടാ. താങ്ക്സ് രവി. നിന്നെ പോലെയുള്ള ആൾക്കാരെ കാണുമ്പോഴാണ് മനുഷ്യരോടൊരു വിശ്വാസം തോന്നുന്നത്. മനുഷ്യരുടെ മനുഷ്യത്വത്തോടും നല്ല ഗുണത്തോടും ഒരു റെസ്പെക്ട് തോന്നുന്നത്. താങ്ക് യു സോ മച്ച് രവി. വസുന്ധര, ബാക്കി ക്യാഷ് ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തുകൊണ്ട് വരാം. ഡോക്ടർ വരികയാണെങ്കിൽ ഞാൻ 1 മണിക്കൂറിനുള്ളിൽ ക്യാഷുമായിട്ട് വരുമെന്ന് പറ. സർജറിക്കുള്ള ഏർപ്പാട് ചെയ്തോളാം പറ. രവി, നീ ഒരിടത്തും പോരുത്. ഏട്ടത്തിൽ കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ പോയിട്ട് വരാം വസുന്ധര. ഏട്ടനിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ആരോടായിരിക്കും കാശ് ചോദിക്കുന്നേ? ഭാസ്കരേട്ടനോടോ അഖിലിനോടോ ആയിരിക്കും കാശ് ചോദിക്കുന്നേ? ഏട്ടാ, അനു ഈ വീട്ടിൽ ജനിച്ച കുട്ടിയാ. അമ്മയില്ലാത്ത കുട്ടി. നമ്മളുടെ കയ്യിൽ വളർന്ന കുഞ്ഞ. ഏട്ടനെ അവളെ എപ്പോഴും വല്യച്ച വല്യച്ച എന്ന് വിളിച്ച് നടന്നതല്ലേ. ഇപ്പൊ ജീവിക്കണോ മരിക്കണോ എന്നുള്ള അവസ്ഥയില്. ഏട്ടാ, അവളുടെ ജീവൻ രക്ഷിക്കാൻ ഏട്ടന് പുണ്യം കിട്ടും. എന്റെ കാശൊന്നുമില്ലെന്ന് പറഞ്ഞല്ലേ? ഏട്ടൻ എന്തിനെങ്ങനെ കള്ളം പറയുന്നേ? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അഭി എന്തുമാത്രം കാശ് ചെലവാക്കിന്ന് മറന്നുപോയോ? എന്താടി, അവൻ വെറുതെ തന്നാണോ? ഞാനും ജോലി ചെയ്തിട്ടുണ്ട്. അതല്ലേ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് എഴുതി തന്നതേട്ടാ. അതിൽ നിന്ന് ഒരു 20 ലക്ഷം തിരിച്ചു കൊടുക്കാൻ പറ്റില്ലേ? 1 രൂപ പോലും കൊടുക്കില്ല. എന്താ ഏട്ടാ, എന്തെങ്ങനെ മനസ്സ് കല്ലായി പോയത്? ശരി, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതെടുത്ത് ഞാൻ അഭിക്ക് കൊടുക്കട്ടെ? കൊന്നുകളയും നിന്നെ ഞാൻ. നിനക്ക് നിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം തന്നതേ റോഡിൽ കിടക്കുന്ന പിച്ചക്കാർക്ക് ദാനം കൊടുക്കാനല്ല. അഭി നമ്മുടെ കുടുംബത്തിന്റെ ദൈവമാണ്. റോഡിൽ കൂടെ പോകുന്ന ഭിക്ഷക്കാരനല്ല. ദൈവമാണെങ്കിൽ സ്വന്തം മോളെ തനിയെ രക്ഷിക്കാൻ പറ. ഏട്ടനോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്റെ ആഭരണങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. നീ എങ്ങനെ കൊടുക്കുന്ന? എങ്ങനെ കൊടുക്കുന്ന്? നിനക്കും ഇപ്പൊ അമ്മയ്ക്ക് കൊടുത്ത പണിഷ്മെന്റ് തന്നെ തരാൻ പോകുന്നു. ഏട്ടാ, 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 ഒന്ന് കതക് തുറക്ക്. തുറക്കാൻ പറ്റില്ല. കതക് തുറന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ തൂങ്ങിച്ചാവും. തൂങ്ങിച്ചാവ്. നീ ചത്താലും ഞാൻ കഥ തുറക്കാൻ പോകുന്നില്ല. ഏട്ടാ, ഒന്ന് കതക് തുറക്കാൻ. ഏട്ടാ, എന്തു പറ്റി ഏട്ടാ? അമ്മയെ പോലെ നിന്റെ ഏട്ടത്തെയും ആഭരണമൊക്കെ കൊണ്ട് കൊടുക്കാൻ പോവുകയാണെന്ന്. അതുകൊണ്ട് റൂമിലിട്ട് പൂട്ടി ഞാൻ. നല്ല കാര്യം ഏട്ടൻ ചെയ്തേ. നിങ്ങളൊന്നും ഒരിക്കലും നന്നാവില്ലടാ. നിങ്ങളൊക്കെ പുഴുവരിച്ച് ചാകും. അബി, എടാ ഭാസ്കരെ, കൊച്ചുമോനെ,
അഭി ഇങ്ങോട്ട് വരുന്നടാ, ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്.